പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ജയകുമാരൻ നായർ, മുൻ ചീഫ് കെമിക്കൽ എക്സാമിനർ. ഫോറൻസിക് പരിശോധനയുമായി ബന്ധപ്പെട്ട എൻ്റെ 5ാമത്തെ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. ഇന്ന് കഞ്ചാവ് പരിശോധനയും NDPS ആക്റ്റിൽ കഞ്ചാവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചില കാര്യങ്ങളും ഒക്കെയാണ് ഈ പ്രസൻറ്റേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പലതരത്തിലുള്ള ന്യൂ ജനറേഷൻ ഡ്രഗ്സും ഒക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപരിക്കുന്നുണ്ട് എങ്കിലും എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇന്നും കഞ്ചാവാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. താരതമ്യേന വില കുറവും ലഭ്യത കൂടുതലുമായിരിക്കാം ഇതിന് കാരണം. ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ, പരിശോധനയിൽ ഏർപ്പെടുന്ന സയൻറ്റിസ്റ്റുമാർ, മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഒക്കെ ഈ പ്രസൻറ്റേഷൻ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് കൂടി അറിയിക്കുന്നു. ഇന്നത്തെ വിഷയം കന്നാബിസ് സറ്റൈവ അല്ലെങ്കിൽ കഞ്ചാവ്, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് മെത്തേഡ്സ് ഓഫ് ടെസ്റ്റ്. കഞ്ചാവുമായി ബന്ധപ്പെട്ട് കഞ്ചാവ് പ്ലാന്റ് എന്നൊരു വിഭാഗമുണ്ട്, മെഡിസിനൽ കഞ്ചാവുണ്ട്, കഞ്ചാവ് റസിനായ ചെരസ് അല്ലെങ്കിൽ ഹാഷിഷ് ഓയിലുണ്ട്. അവയൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കഞ്ചാവ് എന്ന ഡെഫിനിഷൻ ഉൾപ്പെട്ട ഒരു വിഭാഗം മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളെവരെയും ഈ പ്രസൻറ്റേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഞ്ചാവ് എന്ന് പറയുന്നത് കനാബിനേഷ്യ ഫാമിലിയിലുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇതൊരു ഹലൂസിനോജൻ ആണ്. കന്നാബിസ് എന്ന് പറയുമ്പോൾ കന്നാബിസ് സറ്റൈവ, കന്നാബിസ് ഇൻഡിക്ക, കന്നാബിസ് റുഡറാലിസ് എന്നിവയൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും പൊതുവെ കന്നാബിസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കന്നാബിസ് സറ്റൈവയാണ്. ഇത് ഒരു ഡയോഷ്യസ് ഫ്ലവറിംഗ് ഹെർബാണ്. എന്ന് പറഞ്ഞാൽ മെയിൽ അഥവാ സ്റ്റാമിനേറ്റ്, അതുപോലെ ഫീമെയിൽ അഥവാ പിസ്റ്റിലേറ്റ് ഫ്ലവറുകൾ വ്യത്യസ്ത ചെടികളിലാണ് കാണപ്പെടുന്നത്. അതായത് ആൺചെടിയും പെൺചെടിയും പ്രത്യേകമായി വളരുന്നു. ഈ ചിത്രത്തിൽ ഇടതുവശത്ത് ആദ്യം കാണുന്നത് ഒരു ആൺചെടിയുടെ ഒരു തണ്ടാണ്, വലതുവശത്ത് കാണുന്നത് പെൺചെടിയുടെ ഒരു തണ്ടാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ തന്നെ മനസ്സിലാവും. പെൺചെടിയിലാണ് കൂടുതൽ ഫ്ലവറിംഗ് ഫ്രൂട്ടിംഗ് ടോപ്സ് കാണപ്പെടുന്നത്. ഇനി ഗഞ്ചയെക്കുറിച്ച് പൊതുവിലുള്ള ചില കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. കഞ്ചാവ് അഥവാ മരിജുവാന അല്ലെങ്കിൽ കന്നാബിസ് സറ്റൈവയ്ക്കകത്ത് ഏകദേശം 500-ലധികം കെമിക്കൽസ് അടങ്ങിയിരിക്കുന്നു. ഇതിൽ തന്നെ ഏകദേശം 120ഓളം എണ്ണത്തിനെ കന്നാബിനോയിഡ്സ് എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയിലൊന്നും തന്നെ നൈട്രജൻ ഇല്ലാത്തത് കൊണ്ട് ഇവയൊന്നും ആൽക്കലോയിഡായിട്ട് പരിഗണിക്കുന്നില്ല. കഞ്ചാവിന് അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട 3 കന്നാബിനോയിഡ്സ് ആണ് ഉള്ളത്. ടെട്രാഹൈഡ്രോ കന്നാബിനോൾ അല്ലെങ്കിൽ THC, കന്നാബിഡയോൾ അല്ലെങ്കിൽ CBD, കന്നാബിനോൾ CBN. ഇവയാണ് പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന കന്നാബിനോയിഡ്സ്. ഇതുകൂടാതെ കന്നാബിജെറോൾ CBG, കന്നാബിക്രോമീൻ CBC, ടെട്രാഹൈഡ്രോ കന്നാബിനോളിക് ആസിഡ് THCA തുടങ്ങിയ ധാരാളം കന്നാബിനോയിഡ്സും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആദ്യത്തെ 3 കന്നാബിനോയിഡ്സിനാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ സ്ട്രക്ചർ ഒന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം കൊടുത്തിരിക്കുന്നത് കന്നാബിനോളാണ്. കന്നാബിനോളിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് ഏകദേശം 3 ഹെക്സഗണൽ റിംഗ് നമുക്ക് കാണാൻ പറ്റും. അതിൽ താഴെയുള്ള 2 റിങ്ങിൽ ഒരു റിങ്ങിനകത്ത് ഒരു ഓക്സിജൻ കൂടെ ഉള്ളതാണ്. ഒരു ബെൻസീൻ റിങ്ങും ആ ഓക്സിജനുള്ള ഹെക്സാഗണൽ റിങ്ങും കൂടെ ചേർത്ത് തന്നെ ക്രോമീൻ എന്ന് നമ്മൾ പറയും. അതിൻ്റെ കൂടെ ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്. അപ്പോൾ ഒരു ബെൻസോ ക്രോമീനാണ്. അതിൻ്റെ 6ാമത്തെ പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ്, 9ാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്, 1ാമത്തെ പൊസിഷനിൽ ഒരു ആൽക്കഹോൾ, 3ാമത്തെ പൊസിഷനിൽ ഒരു പെൻറ്റൈൽ സബ്സ്റ്റിറ്റ്യുവൻറ്റ് എന്നിവയാണ് ഇതിനകത്തുള്ളത്. കന്നാബിനോളും ടെട്രാഹൈഡ്ര കന്നാബിനോളും എന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്
ആദ്യത്തെ കനാബിനോളിൻ്റെ കാർബണുകളെ നമ്പർ ചെയ്തിട്ടുണ്ട്. അതിൽ 6A, 7, 8, 10A തുടങ്ങിയ 4 സ്ഥലത്ത് ഹൈഡ്രജൻ കൂടി ചേർക്കുമ്പോഴാണ് ടെട്രാ ഹൈഡ്രോ കനാബിനോളായിട്ട് മാറുന്നത്. പിന്നെ കനാബിഡയോൾ എന്ന് പറയുന്ന ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഒരു OH കൂടെ അവിടെ വരുന്നു. അപ്പോൾ അത് ഡയോളായി 2 OH ഉള്ള കോമ്പൗണ്ടായിട്ടും മാറുന്നത്. സ്ട്രക്ചർ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകാം. ശരിക്കും കനാബിനോൾ എന്നുള്ള സ്ട്രക്ചറിൽ നിന്നാണ് മറ്റ് സ്ട്രക്ചറിലേക്ക് പോകാൻ നമുക്ക് എളുപ്പം. ഇതിൻ്റെ IUPAC നെയിം പരിശോധിച്ചാൽ കനാബിനോൾ എന്ന് പറയുന്നത് മോളിക്കുലർ ഫോർമുല C21H30O2 ആണ്. അതായത് 6,6,9 ട്രൈമീഥൈൽ 3-പെൻറ്റൈൽ 6H ബെൻസോക്രോമീൻ ഓൺ ഓൾ ആണ്. അത് ടെട്രാഹൈഡ്രോ കനാബിനോൾ ആകുമ്പം 4 ഹൈഡ്രജൻ കൂടെ അവിടെ വരും. അത് 6,6,9 ട്രൈമീഥൈൽ 3-പെൻറ്റൈൽ ആണ്. അതിൽ 6A, 7, 8, 10A ആ പൊസിഷനിൽ ടെട്രാഹൈഡ്രോ ഉള്ള ബെൻസോക്രോമീൻ ഓൺ ഓൾ ആയിരിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ടെട്രാഹൈഡ്രോ കനാബിനോൾ ആണ്. ടെട്രാഹൈഡ്രോ കനാബിനോൾ നമുക്ക് ലഭ്യമാകുന്ന സാമ്പിളിൻ്റെ നേച്ചർ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. കഞ്ചാവ് അല്ലെങ്കിൽ മരിജുവാനയ്ക്കകത്ത് അത് 5 മുതൽ 10% വരെ ഉണ്ടാകും. ചെരസ് അതിൻ്റെ റെസിനാണ്, അല്ലെങ്കിൽ ഹാഷിഷ് നമ്മൾ പറയും. അത് കുറച്ചുകൂടെ പ്യൂരിഫൈഡ് ഫോമാണ്. അതിൽ 35% വരെ ആകാം. ഹാഷിഷ് ഓയിൽ അതിൽ പരമാവധി 60% വരെ ആകാം. പിന്നെ ഡാബ്സ് അല്ലെങ്കിൽ വാക്സ് ഷാറ്റർ എന്ന് പറയുന്നത് കനാബിസിന് ഏറ്റവും കോൺസെൻട്രേറ്റഡ് ഫോമാണ്. അതിനകത്ത് 90% വരെ THC അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടെട്രാഹൈഡ്രോ കനാബിനോൾ ഒരു ചെടിയുടെ പല ഭാഗങ്ങളിൽ പല രീതിക്കാണ് അളവ് ഉള്ളത്. അതിൽ പിസ്റ്റിലേറ്റ് ഫ്ലവർ, അതായത് ഫീമെയിൽ ഫ്ലവറിനകത്ത് 10 മുതൽ 12% വരെ THC അടങ്ങിയിട്ടുണ്ട്. ലീവ്സ്, ഇലകളിൽ 1 മുതൽ 2% വരെയേ ഉള്ളൂ. സ്റ്റോക്കിൽ അല്ലെങ്കിൽ തണ്ടിലൊക്കെ 0.1 മുതൽ 0.3% വരെയാണുള്ളത്. റൂട്ട്സിൽ <0.03% ആണ് ഉള്ളത്. ഇതാണ് ഒരു ചെടിയിൽ ആകെ നോക്കിയാൽ THC കണ്ടൻറ്റിൻ്റെ വേരിയേഷൻ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതുപോലെ സീഡ്സിൽ THC ശരിക്കും സീഡ്സിനകത്ത് ഇല്ല. പക്ഷേ ദേ മേ ബി കണ്ടാമിനേറ്റഡ് വിത്ത് കനാബിസ് മെറ്റീരിയൽ. നമ്മൾ സീഡ് പരിശോധിച്ചാൽ അതിനകത്ത് THC അല്ലെങ്കിൽ കനാബിനോയിഡ്സ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതിനുള്ള കാരണം ഈ സീഡ്സിൻ്റെ അകത്ത് അത് മറ്റ് ഭാഗങ്ങൾ കണ്ടാമിനേറ്റ് ചെയ്ത് വന്നുകൊണ്ടായിരിക്കാം. കൂടാതെ ഈ കനാബിസ് സീഡിൻ്റെ ഓയിലുണ്ട്, അതിലും ഒരിക്കലും THC കാണാൻ പാടില്ല. പക്ഷേ അതിൻ്റെ സെപ്പറേഷൻ മെത്തേഡ് കൊണ്ടോ അതിൻ്റെ ബ്രാക്റ്റ് അല്ലെങ്കിൽ ആ സീഡിൻ്റെ കവറ് കുറച്ച് അതിനകത്ത് വീണ് പോകുന്നത് കൊണ്ടോ അതും പരിശോധിച്ചാൽ സാധാരണ നമുക്ക് കനാബിനോയിഡ്സിൻ്റെ പ്രസൻസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട്, പൊതുവെ കഞ്ചാവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉള്ള നിയമങ്ങളൊക്കെ പറയുന്നത് NDPS ആക്റ്റിനകത്താണ്. NDPS ആക്റ്റുമുണ്ട്, NDPS റൂളുമുണ്ട്. NDPS ആക്ട് 1985 ആണ്. അതിൽ ആക്ട് നമ്പർ 61 ആണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത്. അതുപോലെ NDPS റൂൾസ് ഉണ്ട്. അത് നേരത്തെ ഉള്ള റൂളാണ്. 2022 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോറൻസിക് പരിശോധകൻ അല്ലെങ്കിൽ ഒരു ഫോറൻസിക് സയൻറ്റിസ്റ്റ് ഈ NDPS ആക്റ്റും NDPS റൂളുമായിട്ട് വളരെയധികം പരിചയപ്പെട്ടിരിക്കുന്നത് എപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് സഹായകമാകും. ഇനി NDPS ആക്ടിലെ ചില കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. അതിൽ സെക്ഷൻ 2 സാധാരണ ഡെഫിനിഷനുകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിൽ കനാബിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. കനാബിസ് ABC 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ചെരസ്. അത് ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ചെരസ്, ദാറ്റ് ഈസ് ദ സെപ്പറേറ്റഡ് റെസിൻ ഇൻ വാട്ട് എവർ ഫോം, വെദർ ക്രൂഡ് ഓർ പ്യൂരിഫൈഡ്, obtained from the cannabis plant and also includes concentrated preparation and resin known as hashish oil or liquid hashish. അപ്പോൾ പറയുന്നത് ഹാഷിഷ് ഓയിൽ, പ്രധാനമായും ഇവയെക്കുറിച്ചാണ്. ബിയിലാണ് ഗഞ്ച എന്ന ഡെഫിനിഷൻ വരുന്നത്. ഗഞ്ച ദാറ്റ് ഈസ് എ ഫ്ലവറിങ് ഓർ ഫ്രൂട്ടിംഗ് ടോപ്സ് ഓഫ് ദ കനാബിസ് പ്ലാന്റ് എന്നാണ്. അത് ഫ്ലവറിംഗ് ടോപ്പോ ഫ്രൂട്ടിംഗ് ടോപ്പോ രണ്ടും കൂടെ ഉൾപ്പെടുന്നതിനാണ് സാധാരണ ഗഞ്ച എന്ന ഡെഫിനിഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഡിങ് ദ സീഡ്സ് ആൻഡ് ലീവ്സ്.
അത് സീഡ്സോ ലീവ്സോ മാത്രമാണെങ്കിൽ അത് ഗഞ്ചയുടെ വരില്ല. വെൻ നോട്ട് അക്കമ്പനിഡ് ബൈ ദ ടോപ്സ്. അപ്പോൾ ഫ്ലവറിങ്ങോ ഫ്രൂട്ടിങ്ങോ ടോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഗഞ്ച എന്നുള്ള ഗണത്തിലിട്ട് എടുത്താൻ പറ്റുള്ളൂ. ബൈ വാട്ട് എവർ നെയിം ദേ മേ ബി നോൺ ആസ് ഓർ ഡെസിഗ്നേറ്റഡ്. ഇനി മൂന്നാമത്തെ സി എന്ന് പറയുന്നത് എനി മിക്സർ വിത്ത് ഓർ വിത്തൗട്ട് എനി ന്യൂട്രൽ മെറ്റീരിയൽ ഓഫ് എനി ഓഫ് ദ എബവ് ഫോം ഓഫ് കനാബീസ് ഓർ എനി ഡ്രിങ്ക് പ്രിപ്പയർഡ് ദെയർ ഫോം. അത് ആക്ച്വലി അതൊരു കനാബീസ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിക്കായിട്ടത് പോകും. ഈ 3 വിഭാഗമാണ് ശരിക്കും കന്നാബീസ് എന്നുള്ള ഹെഡിങ്ങിനകത്ത് NDPS ആക്ട് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇനി സെക്ഷൻ 2-ൽ തന്നെ 4 അതിനകത്താണ് കന്നാബീസ് പ്ലാന്റ് മീൻസ് എനി പ്ലാന്റ് ഓഫ് ദ ജീനസ് കന്നാബീസ്. അതുപോലെ സെക്ഷൻ 2-ൽ 12 അവിടെയാണ് മെഡിസിനൽ കന്നാബീസ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് മെഡിസിനൽ ഹെംപ് മീൻസ് എനി എക്സ്ട്രാക്ട് ഓർ ടിങ്ചർ ഓഫ് കന്നാബീസ്. അപ്പോൾ കന്നാബീസിൻ്റെ ഡെഫിനിഷനൊക്കെ സെക്ഷൻ 2-ൽ ഈ പറഞ്ഞ സബ് സെക്ഷനുകളിലായിട്ട് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഉള്ളത് സെക്ഷൻ 20 ആണ് കന്നാബീസുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുള്ളത്. പണിഷ്മെൻറ്റ് ഫോർ കോൺട്രാവെൻഷൻ ഇൻ റിലേഷൻ ടു കന്നാബീസ് പ്ലാന്റ് ആൻഡ് കന്നാബീസ്. അതിൽ എ ഉണ്ട്. എ എന്ന് പറയുന്നത് കൾട്ടിവേറ്റ്സ് എനി കന്നാബീസ് പ്ലാന്റ്. കന്നാബീസ് പ്ലാന്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള ശിക്ഷയാണ് പറയുന്നത്. ബി produces, manufactures, possesses, sells, purchases, transports, imports, interstate, exports, interstate or uses cannabis. ഇതെല്ലാം അതിനകത്ത് വരും. അതാണ് ബി. പിന്നെ ശിക്ഷ എന്ന് പറയുന്നത് 1 വേർ സച്ച് കോൺട്രാമിഷൻ റിലേറ്റഡ് ടു ക്ലോസ് എ, മുകളിൽ പറയുന്ന ക്ലോസ് എ അനുസരിച്ചാണെങ്കിൽ വിത്ത് റിഗറസ് ഇംപ്രിസൺമെൻറ്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 10 years ആൻഡ് ഷാൽ ആൾസോ ബി ലയബിൾ ടു ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 1 lakh rupees. അപ്പോൾ ഒരു കന്നാബീസ് പ്ലാന്റ് നട്ടു വളർത്തിയാൽ 10 വർഷം വരെ ശിക്ഷ കിട്ടാം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി 2 പറയുന്നത് വേർ സച്ച് കോൺട്രാമിഷൻ റിലേറ്റഡ് ടു സബ് ക്ലാസ് ബി, മുകളിൽ പറഞ്ഞ ബി ആണെങ്കിൽ അതിൽ തന്നെ വീണ്ടും എ ബി സി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ എ ഇൻവോൾവ്സ് സ്മോൾ ക്വാണ്ടിറ്റി, അതായത് 1 കിലോഗ്രാമാണ് കഞ്ചാവിൻ്റെ സ്മോൾ ക്വാണ്ടിറ്റി പറയുന്നത്, with rigorous imprisonment for a term which may extend to 6 months or with a fine which may extend to 10,000 rupees or with both. B involves quantity lesser than commercial quantity greater than small quantity. സ്മോൾ ക്വാണ്ടിറ്റി 1 കിലോയും കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി 20 കിലോയുമാണ്. ഇതിനിടയ്ക്ക് വരികയാണെങ്കിലാണ് ബി എന്നുള്ളത് അപ്ലൈ ആവുന്നത്. വിത്ത് റിഗറസ് ഇംപ്രിസ്മെൻറ്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 10 years. പിന്നെ സി എന്ന് പറയുന്നത് ഇൻവോൾവ്സ് commercial quantity with rigorous imprisonment for a term which shall not be less than 10 years but which may extend to 20 years. ഇതാണ് കഞ്ചാവുമായി ബന്ധപ്പെട്ട 3 രീതിയിലുള്ള ശിക്ഷകൾ വരുന്നത്. ഈ സ്മോൾ ക്വാണ്ടിറ്റി കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് NDPS ആക്ടിൻ്റെ ലാസ്റ്റ് സെക്ഷനിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ ഒരു സെക്ഷൻ 27 ഉണ്ട്. 20 പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. പണിഷ്മെൻറ്റ് ഫോർ കൺസംഷൻ ഓഫ് എനി നർക്കോട്ടിക് ഡ്രഗ് ഓർ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. ഇത് യൂസ് ചെയ്യുന്നവർക്കുള്ള ശിക്ഷ ആണ് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കഞ്ചാവിനെ കുറിച്ചുള്ള പൊതുവായ ചില കാര്യങ്ങൾ. ഇനി അതിൻ്റെ പരിശോധന ആ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു 3-4 റെഫറൻസ് ഗ്രന്ഥങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം, UNODC എന്നറിയപ്പെടും. അത് വിയന്നയിലാണ്. അവരുടെ റെക്കമെൻഡഡ് മെത്തേഡ്സ് ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് അനാലിസിസ് ഓഫ് കന്നാബീസ് ആൻഡ് കന്നാബീസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൂടെ റിവൈസ് ചെയ്ത് അതിൻ്റെ എഡിഷൻസ് ഇറക്കാറുണ്ട്. ഇത് എല്ലാത്തരം ഡ്രഗ്സിനും ഇത്തരത്തിലുള്ള മാനുവൽ നമുക്ക് ലഭ്യമാണ്. ആ മാനുവൽ യൂസ്ഡ് ബൈ നാഷണൽ ഡ്രഗ് അനാലിസിസ് ലബോറട്ടറീസ് ഇൻ ദ വേൾഡ് ആണ്. രണ്ടാമത്തത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ക്ലാർക്സ് അനാലിസിസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് പോയ്സൺ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റെഫറൻസ് ബുക്കാണ്. 3 ലിക്കർ ആൻഡ് നർക്കോട്ടിക് ഡ്രഗ്സ് ബൈ സ്വരൂപ് N. തിവാരി എന്ന് പറയുന്നൊരു ഇന്ത്യൻ ബുക്കാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും എല്ലാവരും പരിചയപ്പെട്ടിരിക്കേണ്ട മറ്റൊരു റെഫറൻസാണ് നർക്കോട്ടിക് ഡ്രഗ്സ് NDPS ആക്ട് എന്ന് പറയുന്നത്. ഈ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന UNODC മാനുവലിനകത്ത് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഫോർ കന്നാബീസ് പ്രോഡക്ട്സ് ഷോയിങ് ക്യാരക്ടറിസ്റ്റിക് ബൊട്ടാണിക്കൽ ഫീച്ചേഴ്സ്
കന്നാബിസ് എന്ന് പറയുമ്പോൾ ബൊട്ടാണിക്കലായിട്ട് ഒത്തിരിയേറെ ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സൊക്കെ കറക്റ്റ് ആണെങ്കിൽ എ കോമ്പിനേഷൻ ഓഫ് കളർ ടെസ്റ്റ്, TLC ആൻഡ് ഫിസിക്കൽ, അത് മാക്രോസ്കോപ്പിക്കുമാകാം മൈക്രോസ്കോപ്പിക്കുമാകാം എക്സാമിനേഷൻ, ഈ 3 കാര്യങ്ങൾ മതിയാകും ഈസ് കൺസിഡേർഡ് അക്സെപ്റ്റബിൾ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ. അപ്പോൾ കന്നാബിസ് ഐഡൻറ്റിഫിക്കേഷന് ഒരു കളർ ടെസ്റ്റ്, ഒരു TLC, പിന്നെ ഒരു ഫിസിക്കൽ ടെസ്റ്റ്, ഫിസിക്കൽ എക്സാമിനേഷൻ, അത് മൈക്രോസ്കോപ്പിക് ജനറൽ എക്സാമിനേഷൻ ആയിരിക്കാം, പിന്നെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ആയിരിക്കാം. ഇത് ഇത്രയും മതിയാകുമെന്നാണ് ആ മാനുവലിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഗഞ്ചയെ സംബന്ധിച്ച് നമ്മൾ സാധാരണ അവലംബിക്കുന്ന ടെസ്റ്റുകൾ ഇതൊക്കെയാണ്. ഒന്ന്, കളർ ആൻഡ് അപ്പിയറൻസ്, അതൊരു മാക്രോസ്കോപ്പിക് ടെസ്റ്റായിട്ട് നമുക്ക് പരിഗണിക്കാം. സ്മെല്ല്, പിന്നെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ, 2 കളർ ടെസ്റ്റുകൾ, കുറഞ്ഞത് 2 കളർ ടെസ്റ്റുകൾ, പാസ്ലൂ BB സാൾട്ട് ടെസ്റ്റും ഡിക്കനോയിസ് ലെവിൻ ടെസ്റ്റും. പിന്നെ 5-മതായിട്ട് തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി. ഫോറൻസിക് പരിശോധന നടത്തുന്ന എല്ലാവർക്കും വളരെ പരിചിതമായ ടെസ്റ്റുകളാണ്. എന്നാലും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. കളർ ആൻഡ് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഗഞ്ചയെ സംബന്ധിച്ച് ഈ പറയുന്ന കാര്യങ്ങളെങ്കിലും അതിനകത്ത് സാധാരണ ഉണ്ടായിരിക്കണം. ഗഞ്ച നമ്മൾ കാണുമ്പോൾ അത് പാർട്ട്ലി ക്രഷ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ഗ്രീനിഷ് ബ്രൗൺ അല്ലെങ്കിൽ ഗ്രീനിഷ് ലീഫി മെറ്റീരിയൽ ആയിരിക്കും. ആ ലീഫിൻ്റെ പ്രത്യേകത അത് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ആണ്, ഹാവിങ് ടൂത്ത്ഡ് മാർജിൻസ് ആൻഡ് വിത്ത് ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിംഗ് ടോപ്സ്. ഈ ഗഞ്ചയ്ക്കകത്ത് ഫ്ലവറിങ് ഫ്രൂട്ടിംഗ് ടോപ്സ് ഉണ്ടായിരിക്കണം. ബെയറിങ് സ്മോൾ ഇൻകോൺസ്പിക്വസ് ഫ്ലവേഴ്സ് ആൻഡ് സീഡ്സ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഗഞ്ച. ഗഞ്ചയുടെ സീഡ്സിന് വളരെയധികം ക്യാരക്ടറിസ്റ്റിക്കായ അപ്പിയറൻസ് ഉണ്ട്. പിന്നെ ഫ്ലവറിങ് ഫ്രൂട്ടിംഗ് ടോപ്സ് ഉണ്ടായിരിക്കും. ആ ലീഫുകൾ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ആയിരിക്കും. ടൂത്ത്ഡ് മാർജിൻസ് ഉണ്ടായിരിക്കും. ഇത്രയുമാണ് ഗഞ്ച മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പാരാമീറ്ററുകൾ. ഈ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് എന്ന് പറഞ്ഞാൽ ലീവ്സ് ഹാസ് ലീഫ്ലെറ്റ്സ് റേഡിയേറ്റിംഗ് ഔട്ട്വേർഡ്സ് ഫ്രം ദ എൻഡ് ഓഫ് ദ പെറ്റിയോൾ ലൈക്ക് ഫിംഗേഴ്സ് ഓഫ് ദ പാം ഓഫ് എ ഹാൻഡ്. ഒരു എൻഡിൽ നിന്ന് തുടങ്ങുന്ന പല ലീഫ്ലെറ്റുള്ള ആയിരിക്കും പാമേറ്റ്ലി കോമ്പൗണ്ട്. അത് കൈവിരലുകൾ പോലെ ഉള്ള ലീഫുള്ള പ്ലാന്റ് ആയിരിക്കും. കോമ്പൗണ്ട് ലീവ്സ് എന്നാൽ ലീഫ് വിത്ത് 2 or more ലീഫ്ലെറ്റ്സ്. ഒരു തണ്ടിൽ നിന്ന് വരുമ്പോൾ അതിൽ ഒരു ലീഫ്ലെറ്റ് അല്ല, ഒന്നിലധികം ലീഫ്ലെറ്റ് ഉള്ളതാണ് കോമ്പൗണ്ട് ലീവ്സ്. ടൂത്ത്ഡ് മാർജിൻ മീൻസ് മാർജിൻസ് ഓർ എഡ്ജസ് ഹാവിങ് ടീത്ത് ലൈക്ക് അപ്പിയറൻസ്. അത് വാളിൻ്റെ ടീത്ത് പോലത്തെ ഒരു അപ്പിയറൻസ് അവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഫ്ലവേഴ്സ് ഇൻകോൺസ്പിക്വസ് ആയിരിക്കും, വളരെ ചെറിയ ഫ്ലവറുകളായിരിക്കും. സീഡ്സിൻ്റെ പ്രത്യേകത, ഗഞ്ച സീഡ്സിന് ക്യാരക്ടറിസ്റ്റിക്കായ റെറ്റിക്കുലേറ്റ് പാറ്റേൺ ഉണ്ടായിരിക്കും. റെറ്റിക്കുലേറ്റ് മീൻസ് ടോട്ടോയ്സിൻ്റെ ഷെല്ല് പോലത്തെ ഒരു പാറ്റേൺ ആ സീഡ്സിനകത്ത് ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു പിക്ചർ ഇങ്ങനെയാണ്. ആ ലീഫ് കണ്ടാൽ ഏതാണ്ട് അതിൻ്റെ ഒരു ഫോട്ടോയാണ് ഉള്ളത്. അതിൽ നമുക്ക് ആ പറയുന്ന പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സും ടൂത്ത്ഡ് മാർജിൻസും ഒക്കെ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കന്നാബിസിൻ്റെ സീഡാണ് വച്ചിരിക്കുന്നത്. ആ റെറ്റിക്കുലേറ്റ് പാഷൻ അതിൻ്റെ പുറത്ത് കാണാൻ പറ്റും. പിന്നെ ഇത് ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിംഗ് ടോപ്സ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഫ്ലവറിംഗ് ഫ്രൂട്ടിംഗ് ടോപ്സിൻ്റെ ഒരു പിക്ചറാണ്. നമുക്ക് ഈ പിക്ചറിൽ കറക്റ്റ് വ്യക്തമല്ല, പക്ഷേ ഇത് എടുത്ത് മൈക്രോസ്കോപ്പിനടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലവേഴ്സിനെയും ഫ്രൂട്ട്സിനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്മെല്ല്, കന്നാബിസിന് അതിൻ്റേതായ ഒരു ക്യാരക്ടറിസ്റ്റിക്കായ സ്മെല്ലുണ്ട്. അത് പരിചയം കൊണ്ട് നമുക്കത് വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കന്നാബിസ് ഹാസ് എ പഞ്ചൻ സ്കങ്ക് ലൈക്ക് സ്മെൽ ഡ്യൂ ടു പ്രിനിലേറ്റഡ് വോളറ്റൈൽ സൾഫർ കോമ്പൗണ്ട്സ്. അത് ഐസോപ്രിൻ പോലത്തെ കോമ്പൗണ്ട്, വോളറ്റൈൽ സൾഫർ കോമ്പൗണ്ടിൻ്റെ ഒരു സ്മെല്ലായിട്ടാണ് അത് കണക്കാക്കിയിരിക്കുന്നത്. പിന്നെ മൈക്രോസ്കോപ്പിക്, അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനാണ്. മൈക്രോസ്കോപ്പ് വഴി നോക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടോ എന്ന് പ്രധാനമായും നോക്കുന്നത്. ഒന്ന് സിസ്റ്റോളിറ്റിക് ഹെയേഴ്സ്, 2 ഗ്ലാൻഡുലാർ ഹെയേഴ്സ്. സിസ്റ്റോളിറ്റിക് ഹെയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എയും ബിയുമായിട്ട് എടുക്കാം. അതിൽ എ, സിസ്റ്റോളിറ്റിക് ഹെയേഴ്സ് ഫൗണ്ട് ഓൺ ദ അപ്പർ സർഫസ് ഓഫ് ദ കന്നാബിസ് ലീവ്സ് ഹാവ് ക്യാരക്ടറിസ്റ്റിക് bear claw shape and may have
കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ്, അതിനെയാണ് സിസ്റ്റോളിത്ത് എന്ന് പറയുന്നത്. ഈ ഹെയർസിൻ്റെ ലോവർ പാർട്ടിൽ ഒരു സിസ്റ്റോളിത്ത് അഥവാ കാൽഷ്യം കാർബണേറ്റിൻ്റെ ഡെപ്പോസിറ്റ് അവിടെ ഉണ്ടായിരിക്കും. ഇതേപോലത്തെ തന്നെ നമുക്ക് ഹെയർസ് ഉണ്ട്, പക്ഷെ അവിടെ സിസ്റ്റോളിറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് നോൺ സിസ്റ്റോളിറ്റ് ഹെയർസ് അവിടെ ഉണ്ടാവും. അത് മെയിൻലി ഓൺ ദ ലോവർ സൈഡ് ഓഫ് ദ ലീവ്സ് ആണ്. പിന്നെ അല്ലെങ്കിൽ ബ്രാക്റ്റുകളിൽ ഈ അതിൻ്റെ സീഡിൻ്റെ കവറിൽ, സീഡിൻ്റെ ആ എഡ്ജിൽ അവിടെയൊക്കെയാണ് അത് ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ ഗ്ലാൻഡുലർ ഹെയർസ് ആണ്. അതും രണ്ട് തരത്തിലുണ്ട്. ദേ ഒക്കർ ആസ് സെസൈൽ ഗ്ലാൻഡ്സ്, ട്രൈക്കോംസ് വിത്തൗട്ട് സ്റ്റെം ഇല്ലാത്ത ഗ്ലാൻഡുലർ ഹെയർസ് ഉണ്ടായിരിക്കും, വിച്ച് ആർ ജനറലി ഫൗണ്ട് ഓൺ ദ ലോവർ എപ്പിഡെർമിസ്. പിന്നെ സ്മോൾ ബൾബസ് ഗ്ലാൻഡുലർ ട്രൈക്കോംസ് ഉണ്ട്, കുറച്ച് നീളമുള്ള വൺ സെൽഡ് സ്റ്റോക്ക്, കുറച്ച് നീളമുള്ള തണ്ടുള്ള ഗ്ലാൻഡുലർ ഹെയർസ് ഉണ്ടായിരിക്കും. പിന്നെ ലോങ് മൾട്ടി സെല്ലുലാർ സ്റ്റാക്ക് ഉള്ളതും ഉണ്ടായിരിക്കും. അത് ബ്രാക്റ്റിയോൾസിലും ഫീമെയിൽ ഫ്ലവേഴ്സിലൊക്കെയാണ് ലോങ് മൾട്ടി സെല്ലുലാർ സ്റ്റാക്ക് ഉള്ള കാണുന്നത്. അപ്പോൾ സിസ്റ്റോളിറ്റിക് ഹെയർസും ഗ്ലാൻഡുലർ ഹെയർസും അതിനകത്തുണ്ടായിരിക്കും. ഈ സിസ്റ്റോളിറ്റ് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം, ഗ്ലാൻഡുലർ തന്നെ രണ്ടോ മൂന്നോ രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് കണ്ടുപിടിക്കാനായിട്ട് കഴിയണം. ആദ്യം പറഞ്ഞ സിസ്റ്റോളിറ്റിക് ആൻഡ് നോൺ സിസ്റ്റോളിറ്റിക് ഹെയർസ് കണ്ടാൽ ഇതുപോലെ ഇരിക്കും. ആദ്യത്തെ സിസ്റ്റോളിറ്റിക്കാണ്, ആ ഒരു ബിയർ ക്ലോ ഷേപ്പുള്ള ഹെയർ നമുക്ക് കാണാം. അതിൻ്റെ ലോവർ പാർട്ടിലാണ് കാൽഷ്യം കാർബണേറ്റിൻ്റെ ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റ് വന്നിരിക്കുന്നത്. രണ്ടാമത് കാണിച്ച് അങ്ങനെ ഡെപ്പോസിറ്റ് ഇല്ലാത്ത തരത്തിലുള്ള ഹെയർസാണ്. പിന്നെ ഗ്ലാൻഡുലർ ഹെയർസ് സ്റ്റോക്ക് ഉള്ളതും നീളമുള്ള സ്റ്റോക്ക് ഉള്ളതും ഗ്ലാൻസ് ഉള്ളതും ഇല്ലാത്തതും രണ്ടും രണ്ട് രീതിയിലായിട്ട് സെസൈൽ ഗ്ലാൻസും സ്റ്റാക്ക്ഡ് ഗ്ലാൻഡുലർ ട്രൈക്കോംസും ഇതിനകത്ത് കാണാൻ കഴിയും. പിന്നെ ഇതിൻ്റെ കെമിക്കൽ ടെസ്റ്റുകൾ പരിശോധിച്ചാൽ രണ്ട് കെമിക്കൽ ടെസ്റ്റാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ല, ഒന്ന് ഫാസ്റ്റ് ബ്ലൂ BB സോൾട്ട് ടെസ്റ്റാണ്. അത് ഫിൽറ്റർ പേപ്പറിൻ്റെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിനേക്കുള്ള റിയേജൻറ്റുകൾ ABC, A പെട്രോളിയം ഈതർ, B ഫാസ്റ്റ് ബ്ലൂ BB സാൾട്ട്, അത് 1% ഡൈല്യൂട്ട് വിത്ത് അൺഹൈഡ്രസ് സോഡിയം സൾഫേറ്റ്. റിയേജൻറ്റ് C സോഡിയം ബൈകാർബണേറ്റ് 10% അക്വ സൊല്യൂഷൻ. ഇങ്ങനെ 3 റിയേജൻറ്റ് പ്രിപ്പയർ ചെയ്യുക. മെത്തേഡ് എന്ന് പറയുന്നത് ഫോൾഡ് 2 ഫിൽറ്റർ പേപ്പർ ലേഡ് ഓൺ ടോപ്പ് ഓഫ് ഈച്ച്. 2 ഫിൽറ്റർ പേപ്പർ എടുത്തിട്ട് മടക്കുക. എന്നിട്ട് അതിൻ്റെ മടക്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഒരു ക്വാർട്ടർ പോലെ ഉണ്ടാകും. അതിൽ കുറച്ച് ഗഞ്ചാവ്, പൊടിച്ച ഗഞ്ചാവ് അല്ലെങ്കിൽ നമ്മുടെ സാമ്പിൾ അവിടേക്ക് ഇടുക. ആഡ് 2 ഡ്രോപ്സ് ഓഫ് റിയേജൻറ്റ് A പെട്രോളിയം ഈതർ 2 ഡ്രോപ്പ് അതിലേക്ക് ഒഴിക്കുക. അതിനെ ഒന്ന് അതിൽ കൂടെ ഫ്ലോ ചെയ്ത് താഴേക്ക് പോകാൻ അനുവദിക്കുക. എന്നിട്ട് ടോപ്പ് ഫിൽറ്റർ പേപ്പർ റിമൂവ് ചെയ്യുക. അപ്പോൾ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഡിസോൾവ് ചെയ്ത് താഴത്തെ ഫിൽറ്റർ പേപ്പറിൽ എത്തിയിട്ടുണ്ടാവും. ആ ഫിൽറ്റർ പേപ്പറിനെ നമ്മൾ ഒന്ന് ഡ്രൈ ചെയ്യാൻ അനുവദിക്കുക. വളരെ കുറച്ച് ക്വാണ്ടിറ്റി റിയേജൻറ്റ് B അതിലേക്ക്, അതായത് ഫാസ്റ്റ് ബ്ലൂ BB സാൾട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 2 ഡ്രോപ്പ് റിയേജൻറ്റ് Cയും കൂടെ അതിനകത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക. റിസൾട്ട് എന്ന് പറയുന്നത് a purple red colored stain at the center of the filter paper is indicative of a cannabis containing product. This color is a combination of the colors of the different cannabinoids which are the major components of cannabis. THC red, CBN purple, CBD orange. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു പർപ്പിൾ റെഡ് കളറായിരിക്കും നമുക്ക് ഫാസ്റ്റ് ബ്ലൂ ടെസ്റ്റിലൂടെ ലഭ്യമാകുന്നത്. രണ്ടാമത്തെ ടെസ്റ്റ് ഡിക്കിനോയിസ് ലെവിൻ ടെസ്റ്റ്. അതിൽ റിയേജൻറ്റ് A അസറ്റാൽഡിഹൈഡ്. അതിൽ തന്നെ അസറ്റാൽഡിഹൈഡ് വാനിലിനും ഉണ്ട്. അസറ്റാൽഡിഹൈഡ് A1 എന്നും വാനിലിന് A2 എന്ന് പറയും. പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് 0.5 ml A1, അതായത് അസറ്റാൽഡിഹൈഡ്, 0.4 gram A2 വാനിലിൻ ഇൻ 20 ml എത്തനോൾ സൊല്യൂഷൻ. അത് ഒക്കെ അതിനൊരു കൂൾ ഉള്ള പ്ലേസിൽ അതിനെ സൂക്ഷിക്കുക. റിയേജൻറ്റ് B കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. റിയേജൻറ്റ് C ക്ലോറോഫോം. മെത്തേഡ് എന്ന് പറയുന്നത് അത് ടെസ്റ്റ് ട്യൂബിനകത്താണ് സാധാരണ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. പ്ലേസ് എ സ്മോൾ എമൗണ്ട് ഓഫ് ദ സസ്പെക്ട് മെറ്റീരിയൽ ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഷേക്ക് വിത്ത് 2 ml ഓഫ് റിയേജൻറ്റ് A ഫോർ 1 minute. ആഡ് 2 ml of reagent B and shake the mixer. Allow it to stand for 10 minutes. If a color develops, add 2 ml of the reagent C. അത് ക്ലോറോഫോം ലാസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിന് ഒന്ന് മിക്സ് ചെയ്യുക. റിസൾട്ട് എന്ന് പറയുന്നത് if the lower എന്ന് പറഞ്ഞ ക്ലോറോഫോം ലെയർ becomes violet color, it indicates the presence of
a cannabis product. This test is not as sensitive as the filter paper test as above. ഈ ടെസ്റ്റ് നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലാണ് നന്നായിട്ട് കിട്ടാൻ സാധ്യത. പക്ഷേ ആദ്യത്തെ ഫാസ്റ്റ് ഫ്ലോ BB സാൾട്ട് കുറച്ചുകൂടെ സെൻസിറ്റീവായിട്ടുള്ളൊരു ടെസ്റ്റുമാണ്. ഏറ്റവും അവസാനത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫിയാണ്. തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫിയിൽ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും, ഒരു സ്പ്രേ റിയേജൻ്റ്, അതിൻ്റെ RF വാല്യൂ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് സിസ്റ്റം നമ്മൾ ഹെക്സൈൻ ഡൈതയിൽ 8020 ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം. സ്പ്രേ റിയേജൻ്റ് ഫാസ്റ്റ് ഫ്ലോ B സാൾട്ടോ അല്ലെങ്കിൽ BB സാൾട്ടോ നമുക്ക് ഉപയോഗിക്കാം. അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന TLC പ്ലേറ്റിലെ സ്പോട്ടുകളുടെ RF വാല്യൂ 0.45, 0.5, 0.60. അത് ഒരു കമ്പാരിറ്റീവ് വാല്യൂ ആണ്, എക്സാക്റ്റ് വാല്യൂ അല്ല. അതിൻ്റെ കളർ സ്പോട്ടുകൾ, ആദ്യത്തെ സ്പോട്ട് പർപ്പിൾ ആയിരിക്കും, രണ്ടാമത്തെ റെഡ് ആയിരിക്കും, മൂന്നാമത്തെ ഒരു ഓറഞ്ച് ആയിരിക്കും. ആ പർപ്പിൾ കളർ എന്ന് പറയുന്നത് CBNൻ്റെ കളറാണ്, റെഡ് THC ആണ്, ഓറഞ്ച് എന്ന് പറയുന്നത് CBDയുടെയും കളറാണ്. അത് നമ്മൾ തൊട്ട് മുകളിലത്തെ ടെസ്റ്റിലും ഫാസ്റ്റ് ഫ്ലൂ ടെസ്റ്റിൽ കണ്ടതാണ്. ഇത് അതിൻ്റെ ഒരു അത്തരത്തിൽ ചെയ്ത ഒരു TLC പ്ലേറ്റിൻ്റെ ഒരു മാതൃകയാണ്. അതിൽ ആദ്യത്തത് CBD സ്റ്റാൻഡേർഡ്, രണ്ടാമത്തെ THC സ്റ്റാൻഡേർഡ്, മൂന്നാമത്തെ CBN സ്റ്റാൻഡേർഡ്. നമുക്ക് കാണാം CBD കുറച്ച് മുകളിൽ, THC കുറച്ചുകൂടെ താഴെ, CBN ആണ് ഏറ്റവും താഴെയായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഈ വച്ചിരിക്കുന്നത് കന്നാബിസ് ഓയിൽ, കന്നാബിസിൻ്റെ ടിങ്ചർ, കന്നാബിസ് സാമ്പിൾ 1, സാമ്പിൾ 2. അപ്പോൾ അതിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ CBN കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പോട്ടുണ്ട്, THC കറസ്പോണ്ടിങ് സ്പോട്ടുണ്ട്, CBD കറസ്പോണ്ടിങ് സ്പോട്ടുണ്ട്. സാമ്പിളിൽ ഒത്തിരിയേറെ സ്പോട്ട് കാരണം ഒരു സാമ്പിളിനകത്ത് ധാരാളം കനാബിനോയിഡ്സ് പ്രസൻ്റ് ഉണ്ട്. നമ്മൾ മേജർ കനാബിനോയിഡ്സ് മാത്രമാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇത്രയുമാണ് ഗഞ്ച പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കാം. സിൻസിമില്ല എന്ന് പറയും. ടേം സിൻസിമില്ല റെഫേഴ്സ് ടു, അതൊരു കൾട്ടിവേഷൻ ടെക്നിക്കാണ്. കന്നാബിസ് വിത്ത് ഹയസ്റ്റ് ലെവൽ ഓഫ് THC ഈസ് comprised exclusively of the female flower head. ഫീമെയിൽ ഫ്ലവർ ഹെഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ, ബഡ് മാത്രമേ ഉള്ളൂ എങ്കിൽ, അത് അൺഫെർട്ടിലൈസ്ഡ് അല്ല എങ്കിൽ അതിനകത്ത് THC കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്നതിന് ഈ പ്ലാന്റുകൾ നടുമ്പോഴത്തേക്ക് ഫീമെയിൽ പ്ലാന്റുകൾ മാത്രം വളരാൻ അനുവദിക്കുകയും മെയിൽ പ്ലാന്റുകളെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യുക, അല്ലെങ്കിൽ ഫീമെയിൽ പ്ലാന്റുകളെ ഫെർട്ടിലൈസ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുകയാണ്. ഇതിൻ്റെ ഫീമെയിൽ പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് THC കണ്ടൻറ്റ് കൂടിയ സിൻസിമെല്ല നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഞ്ചാവിൻ്റെ പരിശോധന, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, റെഫറൻസ് ഗ്രന്ഥങ്ങൾ തുടങ്ങിയക്കുറിച്ച് നമുക്ക് പ്രതിപാദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് ഒരു ഫോറൻസിക് പരിശോധകർക്കും അതുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ ചേർക്കാനോ ഉണ്ടെങ്കിൽ അറിയിക്കേണ്ട നമ്പർ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.